ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഷീറ്റ് മെറ്റൽ ജോയിൻസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ നമുക്ക് ഷീറ്റ് മെറ്റൽ സീമിനെ കുറിച്ച് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഷീറ്റ് മെറ്റൽ സീംസ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. ഈ ജോയിൻ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ജോയിൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ ജോയിൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. മെനി മെത്തേഡ്സ് ആർ എംപ്ലോയിഡ് ടു ജോയിൻ ആൻഡ് സ്ട്രെങ്തൻ ടു പീസസ് ഷീറ്റ് മെറ്റൽസ് ലോക്ക് ടുഗദർ. ഷീറ്റ് മെറ്റൽ തമ്മിൽ ലോക്ക് ചെയ്തതിനാൽ പല രൂപത്തിലുള്ള ജോയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് ഷീറ്റ് നമ്മൾ മടക്കിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ്. ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ്. ദിസ് ഈസ് യൂഷ്വലി ഡൺ ഓൺ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് പീസിലാണ് സാറ് ഇതിൽ ചെയ്യാറ്. ദ വർക്ക് പീസസ് ടു ബി ജോയിൻഡ് ആർ മെയ്ഡ് ഫ്രം ഓഫ് എ ഹുക്ക് ഇൻസേർട്ടഡ് ലോക്ക്ഡ് യൂസ് എ ഗ്രോവർ. ഇത് രണ്ട് പീസ് തമ്മിൽ ലോക്കാക്കുന്നു, പീസ് കുളച്ചിട്ട് ലോക്കാക്കുന്നു. അതിനുശേഷം ഒരു ഗ്രൂവർ ഉപയോഗിച്ചിട്ട് ലോക്കാക്കുന്നു. വെൻ ദേ ആർ ഇന്റർലോക്ക്ഡ് ആൻഡ് ടൈറ്റൻഡ് ഓൺലി ഇറ്റ് ഈസ് കാൾഡ് ഗ്രൂവ്ഡ് പോയിന്റ്. അത് ഇങ്ങനെ പീസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഗ്രൂവർ ഉപയോഗിച്ച് അടിച്ച് ലോക്ക് ചെയ്താൽ മതി, അത് ഗ്രൂവ്ഡ് ജോയിന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. വെൻ ദ grooved joint is clinched down, it making one side plane using groover called locked grooved seam. അപ്പൊ ഇങ്ങനെ ഗ്രൂവർ വെച്ച് അടിച്ച് ലെവലായി കഴിഞ്ഞാൽ ഇതിന്റെ ഷീറ്റിന്റെ ഒരു ഭാഗം പ്ലെയിൻ ആയിരിക്കും. അതിനാണ് നമ്മൾ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ് എന്ന് പറയാറ്. അടുത്തതായിട്ട് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ലോക്ക്ഡ് ഗ്രൂവ്ഡ് സീം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പുറത്തുള്ള ഗ്രൂവും അകത്തുള്ള ഗ്രൂവും. നമ്മളൊരു പൈപ്പ് പറഞ്ഞാൽ പൈപ്പ് തമ്മിൽ എൻഡ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ജോയിന്റ് പുറത്ത് ചെയ്യാം, അകത്ത് ചെയ്യാം. ദിസ് ജോയിന്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ ദ ടു എൻഡ്സ് ഓഫ് എ ഷീറ്റ് മെറ്റൽ ടു ഫോം എ സർക്കുലർ ഷേപ്പ് ഇൻ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷൻ. ഒരു സർക്കുലർ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടി രണ്ട് ഷീറ്റ് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ സീം. വെൻ ദ സീം ഈസ് ഫോംഡ് ഔട്ട്സൈഡ് ആസ് ഷോൺ ഇൻ ഫിഗർ, ദെൻ ഇറ്റ് ഈസ് കാൾഡ് ദി എക്സ്റ്റേണൽ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ്. അപ്പോൾ നമ്മൾ മുകളിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ജോയിന്റ് ഷീറ്റ് പൈപ്പിന്റെ മുകളിലാണ് ചെയ്യുന്നെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ് എന്ന് വിളിക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് സീം ഈസ് ഫോംഡ് യൂസിങ് ഗ്രൂവ്ഡ് മാൻഡ്രൽ, ദെൻ ഇറ്റ് ഈസ് കാൾഡ് ഇന്റേണൽ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു മാൻഡ്രൽ താഴെ കാണിച്ച ചിത്രത്തിലെ പോലെ ഉള്ളിലൊരു മാൻഡ്രൽ റൗണ്ട് പീസ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ജോയിന്റ് ഇൻസൈഡിലാക്കാൻ പറ്റും, പൈപ്പിന്റെ ഉള്ളിലാക്കാൻ പറ്റും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഇന്റേണൽ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ്. നെക്സ്റ്റ് ഹാൻഡ് ഗ്രൂവർ. എന്താണ് ഹാൻഡ് ഗ്രൂവർ? ഹാൻഡ് ഗ്രൂവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ആ ടൂള് നമ്മൾ ഷീറ്റ് തമ്മിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആ ഗ്രൂവർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാവുന്നു. അടുത്തത് ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ് അലവൻസ്. ഈ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു അലവൻസ് എടുക്കും. അപ്പോൾ എന്താണ് അലവൻസ് എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അതിൽ മുകളിലത്തെ ഇതിൽ ഫോൾഡ് സൈസിന് കാണിക്കുന്നുണ്ട്. നമ്മളൊരു ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് മടക്കുന്ന അളവ്, അതാണ് ഫോൾഡ് സൈസ്. ഈ ഫോൾഡ് സൈസും അതേപോലെ താഴത്തെ ചിത്രത്തിൽ വിഡ്ത്ത് ഓഫ് ഗ്രൂവ്ഡ് സീം കൊണ്ടു. ആ ഗ്രൂവ്ഡ് സീമിന്റെ വിഡ്ത്ത്, ഗ്രൂവ്ഡ് സീമിന്റെ വീതി. അപ്പം ഈ മടക്കി കഴിഞ്ഞാൽ ഈ മടക്കിന് പുറമെ അതിന്റെ ഷീറ്റിന്റെ തിക്നെസ് ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് സാധാരണ ഈ വിഡ്ത്ത് ഓഫ് ഗ്രൂവ്ഡ് സീം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. To arrive the size or width of the fold to suit a particular groover, subtract the thickness of the 3 times from the width of groove. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ മുകളിൽ ജോയിന്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ഗ്രൂവറിന്റെ വീതി, ആ ഗ്രൂവറിന്റെ വീതി എത്രയാണ്? അതില് ഷീറ്റിന്റെ 3 തിക്നെസ് കുറച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലെ ഫോൾഡ് സൈസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിത്രത്തിൽ കാണിച്ച് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, the width of the groover is 6 mm and the sheet thickness is 0.5 mm. ആ ഗ്രൂവറിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഗ്രൂവർ അടിക്കുന്നത് ഗ്രൂവ്ഡ് സീമിന്റെ മുകളിലാണ്. അതിന്റെ വീതി 6 mm ആണെങ്കിൽ അതിന്റെ ഫോൾഡിന്റെ അളവ് എന്ന് പറഞ്ഞാൽ, ഫോൾഡിന്റെ അളവ് പറഞ്ഞാൽ ഫോൾഡ് മാത്രം, ഫോൾഡിന്റെ അളവ് ഈ 6 mm എന്ന് ഏതൊക്കെ കുറയ്ക്കണം? ഷീറ്റിന്റെ തിക്നെസ് ആയാലും 3 ഷീറ്റ്നെസ് ആയിട്ട് കാണാൻ പറ്റും. 3 തിക്നെസ് കുറച്ചാൽ മാത്രമേ അതിന്റെ ഉള്ളിലുള്ള ഫോൾഡ് സൈസ് കിട്ടുള്ളൂ. അപ്പോൾ 6 - 3 × 0.5 = 4.5 mm.
അപ്പോൾ 4.5 mm നമ്മൾ അത് ഷീറ്റ് ഫസ്റ്റായിട്ട് മടക്കേണ്ടത്. ഓക്കെ, അടുത്തായിട്ട് ജോയിന്റ് പറയുന്നത് സ്റ്റേക്ക് ജോയിന്റ് ആണ്. സ്റ്റേക്ക് ജോയിന്റ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫോൾഡഡ് ജോയിന്റ് ആൻഡ് യൂസ് ഫോർ ലൈറ്റ് ആർട്ടിക്കിൾസ് സച്ച് ആസ് ടോയ്സ്. നമ്മൾ കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്സ് ആണത്. അത് അതിന്റെ പ്രത്യേകത, ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് കാല് പോലെ ഉണ്ടാക്കും, വേറൊരു ഷീറ്റ് ഹോൾ ഉണ്ടാക്കും. ആ കാല് പോലുള്ള ഭാഗങ്ങൾ അടുത്ത ഹോളിട്ട് മടക്കിയിട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ആസ് എ ജോയിന്റ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ജോയിന്റ് ക്ലിപ്സ് ആർ കട്ട് ഓൺ വൺ പീസ് ഓഫ് ജോയിന്റ്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു പീസിൽ എന്ത് ചെയ്യും, ഗ്രൂവ്സ് അല്ലെങ്കിൽ ക്ലിപ്പ് കട്ട് ചെയ്യും. ക്ലിപ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ദ സ്ലോട്ട് ആൻഡ് ഫോൾഡഡ് ഫ്ലാറ്റ് ഐദർ വൺ ഡയറക്ഷൻ ഓർ ആൾട്ടർനേറ്റ് ക്ലിപ്സ് ആർ ഫോൾഡഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യും, ഈ ക്ലിപ്പ് ഉണ്ടാക്കും, അതിന് സ്ലോട്ട് ഉണ്ടാക്കും. ഈ സ്ലോട്ടിനുള്ളിൽ കൂടെ ക്ലിപ്പ് കടത്തിയതിനു ശേഷം മടക്കി ഇടുന്നു. ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ജോയിന്റ്. സ്റ്റേക്ക് ജോയിന്റ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് വരുന്നത്. സ്ട്രെയിറ്റ് സ്റ്റേക്ക് ജോയിന്റ്, സിക്സാഗ് സ്റ്റേക്ക് ജോയിന്റ്. ഒന്ന് സ്ട്രെയിറ്റ് ജോയിന്റ് ആണ് വരുന്നത്, ഒന്ന് സിക്സാഗ് ആണ്. രണ്ട് ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ നോക്കുക, സ്ട്രെയിറ്റ് സ്റ്റേക്ക് ജോയിന്റ്. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദിസ് ജോയിന്റ് clips or slots are lying at the clips are inserted directly into the slot, folded and smashed on opposite direction. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഷീറ്റിന്റെ മുകളിൽ സ്ലോട്ട് ഉണ്ടാക്കുകയും ഒരു ഷീറ്റിന്റെ മുകളിൽ ക്ലിപ്പ് ഉണ്ടാക്കുകയും ആ ക്ലിപ്പ് സ്ലോട്ടിനുള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം അത് മടക്കി ലോക്ക് ആക്കുകയും ചെയ്യുന്നു ആണ് ഈ ഓപ്പറേഷൻ. അടുത്തത് സിഗ്സാഗ്. In this joint, clips are inserted in the slot and alternate clips are folded opposite direction. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് നമ്മൾ രണ്ട് ഷീറ്റിലും ക്ലിപ്പും സ്ലോട്ടും ഉണ്ടാക്കിയിട്ട് പരസ്പരം മാറ്റി മാറ്റി ചെയ്യുന്ന ടൈപ്പാണ് ഇതിൽ വരുന്നത്. അതാണ് സിക്സാഗ് സ്റ്റേക്ക് ജോയിന്റ് എന്നറിയപ്പെടുന്നത്. സിക്സാഗ് സ്റ്റേക്ക് ജോയിന്റ്. അടുത്ത് ഡൗട്ടെയിൽ സീമാണ്. ഡൗട്ടെയിൽ സീം ജോയിന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഡൗട്ടെയിൽ സീം ഈസ് വെരി യൂസ്ഫുൾ ഫോർ ജോയിന്റ് ഫോർ ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ വർക്ക്. ഫാബ്രിക്കേഷൻ വർക്കിന് ഏറ്റവും ഉപയോഗപ്രദമാണ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ടു ജോയിൻ ദ ബോട്ടം ഓഫ് ദ ബോഡി ഷീറ്റ് മെറ്റൽ ആർട്ടിക്കിൾസ്. നമുക്ക് ഷീറ്റ് മെറ്റൽ ആർട്ടിക്കിൾസ്, ഒരു പൈപ്പ് പോലത്തെ വർക്ക്, ആ പൈപ്പ് പോലത്തെ വർക്കിന് മുകളിൽ ഫ്ലാഞ്ച് ഫിറ്റ് ചെയ്യണം. ഇതിനു വേണ്ടി നമുക്ക് ഡൗട്ടെയിൽ സീം ഉപയോഗിക്കാം. ദിസ് സീം ഈസ് വെരി യൂസ്ഫുൾ വെൻ ജോയിനിങ് കോർണർ ഓഫ് ദി ഫ്ലാഞ്ച് വിത്തൗട്ട് യൂസിങ് സോൾഡർ, സ്ക്രൂസ് ഓർ റിവെറ്റ്. സോൾഡറും സ്ക്രൂ ഒക്കെ ഉപയോഗിക്കാതെ നമുക്ക് ഫ്ലാഞ്ച് മുകളിൽ ഫിറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. This is done by slitting the end of the collar regular intervals and bending in other tabs figure. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു പൈപ്പിന്റെ അറ്റം കുറെ കട്ടുകൾ ചെയ്യുന്നു. ആ കട്ട് ചെയ്തതിനു ശേഷം ഓരോ ആൾട്ടർനേറ്റ് കട്ട് ലെവലാക്കി ഒരു ആൾട്ടർനേറ്റ് കപ്പ് തിരിച്ചു വെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഫ്ലാഞ്ച് വിറ്റതിനു ശേഷം വീണ്ടും ആ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ക്ലിപ്സ് ലോക്കാക്കുന്നു. The bent tabs act as a stoppers and remaining tabs are bent over the പ്ലേറ്റ്. അപ്പൊ അതിന് ഒരു ബെൻഡ് ഷീറ്റ് അടിയിൽ വെക്കുന്നു. അതിനുശേഷം കോളറിന് ശേഷം മുകളിൽ വെച്ചിട്ട് ലോക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് പിറ്റ്സ്ബർഗ് ലോക്ക്. പിറ്റ്സ്ബർഗ് ലോക്ക് ഈസ് യൂസ്ഡ് ടു ഡക്ട് വർക്ക് ആൻഡ് ഫോംഡ് യൂസിങ് ഫോൾഡിംഗ് മെഷീൻ. ഒരു ഫോൾഡിംഗ് മെഷീൻ വെച്ചിട്ട് ആണ് സാറിന് ചെയ്യാറ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ലോക്ക് ഓർ ഫ്ലാഞ്ചർ സെക്ഷൻ ആൻഡ് എ പോക്കറ്റ് ലോക്ക് ഓർ പോക്കറ്റ് സെക്ഷൻ. അപ്പൊ ഇതിന് ഒരു സിംഗിൾ ലോക്ക്, ഒരു ഷീറ്റ് സിംഗിൾ ലോക്കാണ് ചെയ്യുന്നത്. ഒരു ഷീറ്റിന് ഒരു പോക്കറ്റ് ലോക്ക് ഉണ്ടാക്കുന്നു. സിംഗിൾ ലോക്ക് ക്യാൻ ബി ടേൺഡ് ഓൺ ദ കർവ് ആൻഡ് പോക്കറ്റ് ലോക്ക് ഇൻ ദ ഫോം ഓഫ് ഫ്ലാറ്റ് ഷീറ്റ് ആൻഡ് വെൻ റോൾഡ് ഇൻ ഫിറ്റ് കർവ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് ഒരു ഷീറ്റ് കർവ് ഉണ്ടാക്കുന്നു, ഒരു ഷീറ്റിന്റെ പോക്കറ്റ് ഉണ്ടാക്കുന്നു. ഈ പോക്കറ്റിലേക്ക് അടുത്ത ഷീറ്റിന്റെ എഡ്ജ് ഇറക്കി വെക്കുന്നു. ദ വിഡ്ത്ത് ഓഫ് ദി ഫ്ലാഞ്ച് എഡ്ജ് ഈസ് നോർമലി സ്ലൈറ്റ് ലെസ് ദാൻ ദ ഡെപ്ത് ഓഫ് പോക്കറ്റ്. ഡെപ്ത് ഓഫ് പോക്കറ്റിനേക്കാളും കുറച്ചിട്ടാണ് ആ ഷീറ്റ് ഉണ്ടാക്കുന്നത്. Usually the allowances of the pocket between 25 to 30 and flange between 6 to 8. അതിന്റെ അലവൻസ് എന്ന് പറഞ്ഞാൽ 25 മുതൽ 30 വരെയാണ്, 6 to 8 വരെയാണ്. ഇനി സ്നാപ്പ് ലോക്ക് സീം, അടുത്തൊരു മോഡലാണ് സ്നാപ്പ് ലോക്ക് സീം. സ്നാപ്പ് ലോക്ക് സീം ഈസ് എ റോൾ ഫോംഡ് സീം ആൻഡ് മെഷീൻ സിമ്പിൾ ടു പിറ്റ്സ്ബർഗ് ലോക്ക്. ഒരു പിറ്റ്സ്ബർഗ് ലോക്കിന്റെ പോലെ തന്നെയാണ്, പക്ഷേ ഇത് റൗണ്ട് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദി അലവൻസ് ഓഫ് ദിസ് ജോയിന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെഷീൻ സെറ്റിംഗ്. ഒരു മെഷീൻ സെറ്റിംഗ് പോലെയാണ് ഇതിന്റെ അളവ് മാറ്റം വരാം. യൂഷ്വലി 25 to 30 mm ഓൺ ഫീമെയിൽ ലോക്ക് സെക്ഷൻ ആൻഡ് 10 mm അലവൻസ് ഇസ് ദി മെയിൽ സെക്ഷൻ.
മെയിൽ സെക്ഷന് 10 mm അലവൻസും ഫീമെയിൽ സെക്ഷന് 25 മുതൽ 30 mm വരെ അലവൻസ് ഇത് കൊടുക്കാം. The male section has small wedge-shaped projections, puncture on the regular intervals flange ഉണ്ട്. ഇത് ഫ്ലാഞ്ചിന് എന്താണ് റെഗുലർ ഇന്റർവൽസിന് പഞ്ച് കൊടുത്തിട്ട് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡിങ് സീം, അടുത്ത സ്റ്റാൻഡിങ് സീം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സ്ക്വയർ ഡക്ട്, സ്ക്വയർ പൈപ്പിന്റെ ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഉറപ്പിട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണിത്. ദിസ് സ്റ്റാൻഡിങ് സീം ഈസ് യൂസ്വലി പ്രൈമർലി ടു ജോയിൻ പാനൽ സെക്ഷൻ ടുഗദർ. രണ്ട് പാനൽ സെക്ഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. By allowing large castings and wall cladding to made with standard size sheet. ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഷീറ്റ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നതാണ് ദ സ്റ്റാൻഡിങ് സീം എന്ന് പറയുന്നത്. അടുത്ത ക്ലീറ്റ് ജോയിന്റ്, അടുത്ത ജോയിന്റ് ആണ് ക്ലീറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. Distinction. Folded joints are the integral part of the article. They are considered as permanent fixtures. Cleats vary in applications and design and commonly made in bar folding machines. Cleats are simple design manual. അപ്പോൾ ഇത് ക്ലീറ്റ് മെഷീൻ പ്രത്യേകത അത് 3 ഷീറ്റ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാണ്. 2 ഷീറ്റും ഒരേപോലെ മടക്കുകയും എന്നിട്ട് മൂന്നാമത്തെ ഷീറ്റ് ഉപയോഗിച്ച് അതിനെ കൂടി ഇൻസേർട്ട് ചെയ്തതിനു ശേഷം അത് ലോക്കാക്കുകയും ചെയ്യും. ഇതാണ് ക്ലീറ്റ് ജോയിൻസ് എന്നുകൂടി പറയാറ്. അടുത്ത പോക്കറ്റ് ലോക്ക്. Before using traverse joint in the vertical duct, the clear strip of the upper edge of the bottom duct and the channel part of the cleat takes flanged and the upper duct shown figure. ഒരു ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ജോയിന്റ് ഉള്ളിൽ വേറെ ജോയിന്റ് പോക്കറ്റിൽ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന വിധമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷീറ്റ് മെറ്റൽ ജോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. ജോയിന്റ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.